ഒരു സംഘം വിദ്യാർത്ഥികളുടെ മനോഹരമായൊരു കൂട്ടായ്മയിലേക്കാണ്, ഒരു കൃഷി കൂട്ടായ്മയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അന്യം നിൽക്കുന്ന വാഴ ഇനങ്ങൾ സംരക്ഷിച്ച് കാസർഗോഡ് ബേക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ പൈതൃക വാഴത്തോട്ടത്തിൽ 40-ലധികം വ്യത്യസ്ത വാഴ ഇനങ്ങളാണ് ഉള്ളത്. ബനാനയോട് കൂട്ടുകൂടി പൂവും കായും ചോദിക്കുകയാണ് ബേക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഒന്നും രണ്ടുമല്ല, സ്കൂൾ വളപ്പിലെ ഈ തോട്ടത്തിൽ 40 വ്യത്യസ്ത ഇനം വാഴകളാണുള്ളത്. സ്കൂളിലെ ജൈവ വൈവിധ്യ ക്ലബിന്റെ നേതൃത്വത്തിലാണ് നാട്ടിൽ നിന്നും അന്യമാകുന്ന വാഴ ഇനങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിപ്പടത്തി, ഉയരം കുറഞ്ഞ കുള്ളൻ കർപ്പൂരവല്ലി, കടും നീല നിറത്തിലുള്ള കൃഷ്ണവാഴ, കറിക്കായി ഉപയോഗിക്കുന്ന പുടിമന്തനും തെന്നാലിയും, പാലക്കാട്ടുകാരുടെ പച്ചനാടൻ, ഇടുക്കിയിലെ കാട്ടുപൂവൻ, ഇങ്ങനെ നീളുന്നു നാടൻ വാഴ ഇനങ്ങൾ. ബംഗാളിൽ നിന്നുള്ള പച്ചച്ചോന്ത ബെത്തിസ, ബീഹാർ ഇനമായ ഗോത്തിയ, ആന്ധ്രയിലെ മങ്കുത്തുമാൻ, തമിഴ്നാട്ടിലെ രസ്താളി, ഇങ്ങനെ ഇതര സംസ്ഥാന ഇനങ്ങളുമുണ്ട്. മലേഷ്യയിൽ നിന്നുള്ള ജാരിബുയ്യയും ഹൈബ്രിഡ് ഇനമായ DCB2 കുലച്ചു. ക്ലബ്ബ് കോർഡിനേറ്റർ AK ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ വാഴ സംരക്ഷകൻ നിഷാന്തിന്റെ തോട്ടത്തിൽ നിന്നാണ് വാഴക്കന്നുകൾ കൂടുതലും ശേഖരിച്ചത്. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ വിദേശ പഴ ഇനങ്ങളോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള പഴ ഇനങ്ങളുടെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അവബോധം പുതിയ തലമുറക്ക് വളരെ കുറവായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പല തദ്ദേശീയമായിട്ടുള്ള വാഴ ഇനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങൾ നോട്ട് ചെയ്തത് തദ്ദേശീയമായിട്ടുള്ള വാഴ ഇനങ്ങളുടെ വ്യാപനം വല്ലാതെ കുറയുന്നു. മറ്റു കൃഷിയിലേക്കൊക്കെ ആൾക്കാർ പോകുന്നതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വാഴകൾ ഓരോന്നിനെയും തിരിച്ചറിയാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. സ്കൂളിലെ ഒഴിവുവേളകളിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് വാഴകൾ പരിപാലിക്കുന്നത്. കൃഷിയുടെ വളർച്ചാഘട്ടങ്ങൾ ദിവസവും കുട്ടികൾ പഠനവിധേയമാക്കുന്നു. നമ്മൾ 30 പേരടങ്ങുന്ന ഒരു ക്ലബ്ബാണ് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ്. രാവിലെയും വൈകുന്നേരമായിട്ടാണ് നമ്മൾ വാഴേനെ പരിപാലിക്കുന്നത്. വളവിടും വാഴയുടെ എല്ലാ വളർച്ചയും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത്രയധികം വാഴ കണ്ടിട്ടാകുമ്പോൾ വീട്ടിലൊന്നും ഇല്ലാത്തത്. നമ്മളെ നാട്ടിൽ കുറച്ച് മാത്രമേ വാഴകളുണ്ടല്ലോ, പക്ഷേ ഇത് 40 ഇനം വാഴകളുണ്ട് ഇവിടെ. സംസ്ഥാനത്ത് ആദ്യമായാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൈതൃക വാഴ സംരക്ഷണ കേന്ദ്രം ഒരുക്കുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.